വിശുദ്ധ ഫ്രാൻസിസിന് പഞ്ചക്ഷതം. ഫ്രാൻസിസിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി. കണ്ണിൻ്റെ കാഴ്ച മങ്ങി. സഭയുടെ സുപ്പീരിയർ സ്ഥാനത്തു നിന്ന് ഇനിമേൽ താൻ മാറി നിൽക്കുന്നതാണ് അഭികാമ്യം. അദ്ദേഹം സുപ്പീരിയർ സ്ഥാനം ഏലിയാസിനെ ഏൽപ്പിച്ചു. എന്നാൽ ഏലിയാസ് ഫ്രാൻസിസ് പ്രതീക്ഷിച്ചതുപോലെ ഒരു പിൻഗാമിയായില്ല. ദാരിദ്ര്യമെന്ന വധുവിനെ ഫ്രാൻസിസ് ഉദ്ദേശിച്ച അർത്ഥത്തിൽ സ്വീകരിക്കുവാൻ കൂടുതൽ പ്രായോഗികവാദിയായ ഏലിയാസ് തയ്യാറായില്ല. അദ്ദേഹം സഭയുടെ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി. സാവകാശം എല്ലാവരിൽ നിന്നും അകലുകയായിരുന്നു. ഫ്രാൻസിസ് ഇനിമേൽ ഏകാന്തമായ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിച്ച് പ്രാർത്ഥനയും ധ്യാനവുമായി കഴിയാൻ അദ്ദേഹം തീരുമാനിച്ചു. തൻ്റെ പ്രിയ ശിഷ്യനായ ഏലിയായെയും കൂട്ടി ഫ്രാൻസിസ് അൽവർണിയ മലയിലേക്ക് പോയി. അവിടെ ഒരാൾക്ക് മാത്രം കഴിയാൻ ഇടമുള്ള ഒരു ഗുഹയിൽ കയറി ഫ്രാൻസിസ് തപസ് ആരംഭിച്ചു. അവിടേക്ക് ആർക്കും പ്രവേശനമില്ല. അസ്ഥി തുളയ്ക്കുന്ന തണുപ്പും കാറ്റും മഞ്ഞും മഴയും എല്ലാം അവഗണിച്ചുകൊണ്ടുള്ള കഠിനമായ തപസ്. ഉച്ചയ്ക്ക് മാത്രം അല്പം റൊട്ടിയും വെള്ളവും കഴിക്കും. കഠിനമായ തപസ്സിൻ്റെ ദിനങ്ങൾ. ആരും അവിടേക്ക് വരരുതെന്നാണ് കൽപ്പന. എങ്കിലും ലിയോ പാത്തും പതുങ്ങിയും അവിടെ ഇടയ്ക്കിടെ ചെന്ന് നോക്കുമായിരുന്നു. ആ ജീവനോടെയുണ്ടോ എന്ന് അറിയണമല്ലോ. എന്നാൽ ലിയോയെ അത്ഭുതപ്പെടുത്തിയ കാര്യം മറ്റൊന്നായിരുന്നു. കൂനിക്കൂടി അവശനായി ധ്യാനിക്കാൻ ഗുഹയിലേക്ക് കയറുന്നയാൾ അസാധാരണമായ തലയെടുപ്പോടെ ഉറച്ച കാൽവയ്പോടെയാണ് മടങ്ങി വരുന്നത്. ഇതൊരു ഉരുക്കു മനുഷ്യനാണെന്ന് ലിയോയ്ക്ക് പലപ്പോഴും തോന്നി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഫ്രാൻസിസിനെ കാണാനുള്ള വ്യഗ്രതയിൽ ചെന്ന ലിയോ അത്ഭുതകരമായൊരു കാഴ്ച കണ്ടു. ഇതാ ആ മനുഷ്യൻ നിലത്ത് നിന്ന് ഉയർന്ന അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. കുരിശിൽ കിടന്ന ക്രിസ്തുവിനെ പോലെ രണ്ട് കൈകളും വിരിച്ചു പിടിച്ച് ഭയന്നു പോയ ലിയോ ഓടിച്ചെന്ന് താഴെ ഇറക്കി. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ അടുത്തു വന്നു. ജ്വലിക്കുന്ന രൂപമായി മാറുകയായിരുന്നു. ഫ്രാൻസിസ് ആ ദിവസങ്ങളിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ലിയോയ്ക്കും തോന്നി. ലിയോ ഉറക്കമിളച്ച് കാത്തിരുന്നു. പെട്ടെന്ന് അത്യുഗ്രമായ ഒരു മിന്നൽ പിണർ, കിതയ്ക്കുന്ന ഇടിനാദം. ലിയോ ഭയന്ന് വിറച്ചു നോക്കി. 1000 സൂര്യന്മാരേക്കാൾ ജ്വലിക്കുന്ന ചിറകുകളുമായൊരു മാലാഖ. ആ ചിറകുകൾക്കിടയിൽ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രൂപം. ആ തിരുരൂപം ഫ്രാൻസിസിനെ സ്പർശിച്ചു. കഠിനവേദനയാൽ എന്നവണ്ണം ഫ്രാൻസിസിൽ നിന്ന് ദീനവിലാപം പുറപ്പെട്ടു. അവർണ്ണനീയമായ ആനന്ദാനുഭൂതിയോടെ അദ്ദേഹം നിലംപതിച്ചു. ലിയോ ഓടിച്ചെന്ന് ഫ്രാൻസിസിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഇരുകൈകളിലും ആണിപ്പഴുതുകൾ. മാറിൽ കുന്തം കൊണ്ട് കുത്തിയാൽ എന്നവണ്ണമുള്ള ആഴമേറിയ മുറിവ്. ലിയോയ്ക്ക് ഒന്ന് മനസ്സിലായി. യേശുവിൻ്റെ വത്സല ശിഷ്യനെ പഞ്ചക്ഷതങ്ങൾ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവേ, പഞ്ചക്ഷതം നൽകി രണ്ടാമത്തെ ക്രിസ്തുവായി വിശുദ്ധ ഫ്രാൻസിസിനെ രൂപപ്പെടുത്തിയ ദൈവമേ, ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വേദനകളും ദുഃഖങ്ങളും അങ്ങ് അനുഭവിച്ച അവർണ്ണനീയമായ ജീവിതത്തിൻ്റെ വേദനകൾ ഞങ്ങൾക്കും അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ. ആ ദുരന്തത്തിലൂടെ അങ്ങയെ കണ്ടെത്തുവാൻ പാപികളായ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുവും മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.